ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുതിർന്ന കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ് താങ്കൾ. അതിപ്പോൾ കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത്? അല്ല, ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ നടപടി സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് വലിയൊരു നേട്ടം ഉണ്ടാക്കിയുള്ള പാർട്ടി BJP ആണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. ഇലക്ട്രൽ ബോണ്ട് വെച്ച് കോടികൾ പാർട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഇപ്പൊ തന്നെ പത്രങ്ങളിൽ വരുന്നത് അവർക്ക് ലഭിക്കുന്ന ഇലക്ഷൻ ഫണ്ടിന്റെ വർധനവിനെ സംബന്ധിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം ഏത് മാർഗത്തിലും വിലക്കെടുക്കാനുള്ള ഒരു മടിയില്ലാത്ത ഒരു പാർട്ടിയാണ് BJP. അതുപോലെ തന്നെ അവർക്ക് കേന്ദ്ര സർക്കാരിന് ഉണ്ടായി ഒരു വലിയ തിരിച്ചടിയാണ്. സുപ്രീം കോടതി യാഥാർത്ഥ്യബോധത്തോടു കൂടിയ ഒരു വിധിയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അല്ല, BJPക്കാണ് ഏറ്റവും കൂടുതൽ പണം ഈ കാലത്തിനിടയ്ക്ക് കിട്ടിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നിങ്ങൾക്ക് നന്നായി പണം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ എല്ലാം കണക്കുകളും വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയാണ്. അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ കണക്ക് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഈ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് കോർപ്പറേറ്റുകളിൽ നിന്നും മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നും കോടികളാണ് BJPയിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. അത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലഭിച്ച തുകയും ഞങ്ങളുടെ കണക്ക് വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷേ BJP ആണ് പൂച്ച പാല് കുടിക്കുന്നത് പോലെ, പൂച്ചക്കുട്ടി പാല് കുടിക്കുന്നത് പോലെയാണ് BJP ഈ ധനസമാഹരണം നടത്തുന്നത്. അതുകൊണ്ട് ഇത് സുപ്രീം കോടതിയുടെ വിധി തീർച്ചയായും BJPയിലുള്ള ഒരു കനത്ത തിരിച്ചടിയാണ്. ശരി, താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്.